Let's continue with the data acquisition topic today. Okay, now as I told you yesterday, the next topic is validating data acquisitions. Okay, now what is validation? Validating means the data that we have acquired, we have to verify to show that it is correctly copied onto our target system. Okay, whether it is a file, whether it is a disk. ഏത് രീതിയിലാണോ നമ്മൾ കോപ്പി ചെയ്യുന്നത് ആ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുകയാണ് ദാറ്റ് എക്സാക്ട് കോപ്പിയാണ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അതിന് നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹാഷിംഗ് അൽഗോറിതംസ് ആണ്. അതിൽ നേരത്തെ കണ്ടതുപോലെ CRC32, MD5, SHA-1ഉം 512ഉം പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SHA അതൊക്കെ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. MD5ഉം ഷായും ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടിനും കൊലിഷൻസ് ഉണ്ട്, പക്ഷെ MD5നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് ഷാ അൽഗോറിതം. ഓക്കെ, ഇനി പുതിയ ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കറന്റ്ലി ഏതെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഡിസൈഡ് ചെയ്യുന്നത് NIST എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ചൂസ് ചെയ്യുന്നത് ഫോർ ഏതാണ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് ചൂസ് ചെയ്യും. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്ത് ഹാഷ് അൽഗോറിതംസ് വെച്ചിട്ട് നമ്മുടെ ഡേറ്റ അക്വയർ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആയിട്ടാണ് എന്ന് നോക്കുന്നതിനാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ലിനക്സിലും വിൻഡോസിലും എങ്ങനെയാണ് ഈ വാലിഡേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലിനക്സ് വാലിഡേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് DD വെച്ചിട്ട് അക്വയർ ചെയ്യുന്ന ഡേറ്റ ആണെങ്കിൽ MD5 സം അല്ലെങ്കിൽ SHA-1 സം യൂട്ടിലിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബോത്ത് ഒറിജിനൽ ഡിസ്കയിലും നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ഡിസ്കയിലും റൺ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ അതിന് കിട്ടുന്ന ആ ചെക്ക് സം സെയിം ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാലിഡേറ്റിംഗ് DCFL-DD അക്വയർഡ് ഡേറ്റ. അപ്പൊ DCFL-DD മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അക്വയർ ചെയ്യുന്ന ഡേറ്റ ആണെങ്കിൽ കുറെ ഹാഷിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാം ഏത് അൽഗോറിതമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ MD5, SHA-1, SHA-2, 56, 384, 512 ഏതാ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ചൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെക്സം ചെക്ക് ചെയ്യാം. അത് കൂടാതെ ഹാഷ് ലോഗ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഹാഷ് ലോഗ് ഓപ്ഷനും കൊണ്ട് ഹാഷിന്റെ റിസൾട്ട്സ് വേറൊരു ടെക്സ്റ്റ് ഫയലിലേക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് ഇമേജ് ഫയലിന്റെ കൂടെ അതിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. സോ ആ ടെക്സ്റ്റ് ഫയലിൽ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇമേജ് ഫയലിൽ ഹാഷ് ഫയലിൽ റീജനറേറ്റ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഫയലിലുള്ള ഹാഷും ഇതും സെയിം ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കൂടാതെ ദർ ഇസ് എ VF ഓപ്ഷൻ, വെരിഫൈ ഫയൽ ഓപ്ഷൻ. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഇമേജ് ഫയലും ഒറിജിനൽ ഫയലും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്, VF ഓപ്ഷൻ. ഓക്കെ, അടുത്തത് വിൻഡോസ് വാലിഡേഷൻ മെത്തേഡ്സ്. വിൻഡോസിൽ ഇൻബിൽറ്റ് ആയിട്ട് വാലിഡേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഹാഷിംഗ് ടൂൾസ് ഇല്ല കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ചെയ്യാൻ വേണ്ടി. അതിനെന്ത് ചെയ്യും, നമ്മൾ തേർഡ് പാർട്ടി യൂട്ടിലിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഫോറൻസിക് പ്രോഗ്രാംസിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാലിഡേഷൻ ഫങ്ഷൻസ് ഉണ്ട്. ഓരോ കമേഴ്ഷ്യൽ ഫോറൻസിക് പ്രോഗ്രാംസിനും അതിൻ്റെതായ വാലിഡേഷൻ ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി റോ ഫോർമാറ്റ് ഇമേജസ് മെറ്റാഡേറ്റ ഇല്ലാത്തതായതുകൊണ്ട് സെപ്പറേറ്റ് വാലിഡേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ റോ അക്വിസിഷൻസും സെപ്പറേറ്റ് വാലിഡേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, മാനുവലായിട്ട് സെപ്പറേറ്റ് വാലിഡേഷൻ. ഇതാണ് വാലിഡേഷനെ കുറിച്ച്. ഇനി അക്വയറിംഗ് ഡേറ്റ ഫ്രം റെയ്ഡ് എന്ന് പറയുന്നത് റിഡണ്ടന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന, ദാറ്റ് ഇസ് ഏർലിയർ അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരുന്ന ഒരു ഡേറ്റ സ്റ്റോറേജ് ആണ്. അതിൽ നിന്നും എങ്ങനെയാണ് ഡേറ്റ അക്വയർ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ബിഗ്ഗസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് റിഡണ്ടന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് റെയ്ഡ് എന്ന് പറയുന്നത് മെമ്മറി ഡിസ്കുകളായിട്ട് സ്റ്റോർ ചെയ്ത് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പൊ പഴയ സിസ്റ്റത്തിൽ തന്നെ ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ടായിരുന്നു റെയ്ഡ് സിസ്റ്റത്തിൽ. ഓക്കെ, ആദ്യം നമുക്ക് റെയ്ഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റെയ്ഡിന്റെ ഫുൾ ഫോം ഇസ് റിഡണ്ടന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്സ്. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഡിസ്ക്സിന്റെ ഒരു അറേ ആണ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ഡിസ്ക്. അതെ, ഒറ്റ ഡിസ്ക് അല്ല, പല ഡിസ്കുകളുണ്ട്. ഇറ്റ് വാസ് ഏർലിയർ എക്സ്പെൻസീവ്, പക്ഷെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് എക്സ്പെൻസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നൗ നോർമൽ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ
2 അല്ലെങ്കിൽ more disk ആണ് RAID-ന് ഉണ്ടാവുക. And this is normally for storing redundant data. Okay, ഇനി പലതരം RAID ഉണ്ട്. RAID 0, ഇതെല്ലാം we will be looking at in detail. Okay, RAID 0 എന്ന് പറയുന്നത് സ്ട്രൈപ്ഡും RAID 1 എന്ന് പറയുന്നത് മിറേർഡുമാണ്. ഓക്കെ, ഈ സ്ട്രൈപ്ഡ് എന്ന് പറയുന്നത് റിഡണ്ടന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ ഫയലിന്റെ സൈസ് n ആണെങ്കിൽ 2 ഡിസ്കാ ഉള്ളതെങ്കിൽ n/2 വെച്ചിട്ട് ആ ഓരോ ഡിസ്കിലും സ്റ്റോർ ചെയ്യും. സോ ഡേറ്റ ലൂസ് ചെയ്താലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്ക് ക്രാഷ് ചെയ്താലും എല്ലാ ഡേറ്റയും കൂടെ പോകത്തില്ല, ആ ഡിസ്കിൽ ഉണ്ടായിരുന്ന ഡേറ്റ മാത്രമേ പോകത്തുള്ളൂ. സോ ഇവിടെ ദർ ഇസ് നോ ആക്ച്വൽ റിഡണ്ടൻസി. ഓക്കെ, എല്ലാ ഡേറ്റയും ഒന്നിച്ച് പോകാതിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രൈപ്ഡ്. മിറേർഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഡേറ്റ റിക്കവറിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ നോർമൽ കേസസിൽ RAID 1-ൽ ആ ഹോൾ ഫയലിനെ മൾട്ടിപ്പിൾ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വിൽ ബി മോർ എക്സ്പെൻസീവ് ദാൻ RAID 0. ഓക്കെ, ദെൻ RAID 2. RAID 1-ന് സിമിലർ ആണ്. സോ ഇറ്റ് ഇസ് റിഡണ്ടൻസി ഉണ്ട്, പക്ഷേ റിഡണ്ടൻസി കൂടാതെ ഡിസ്കിൽ ബിറ്റ് ലെവലിലാണ് ഡേറ്റയെ റൈറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രിറ്റി ചെക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ബെറ്റർ ഡേറ്റ ഇന്റഗ്രിറ്റി ചെക്കിംഗ് ദാൻ RAID 0. ഓക്കെ, പക്ഷേ RAID 0-നെക്കാട്ടിലും ഇതൊരു സ്ലോവർ മെത്തേഡ്. സോ ഇറ്റ് ഇസ് സിമിലർ ടു RAID 1 ആൻഡ് ഹാസ് ഗോട്ട് ബെറ്റർ ഡേറ്റ ഇന്റഗ്രിറ്റി ദാൻ RAID 0, പക്ഷേ ഇറ്റ് ഇസ് സ്ലോവർ ദാൻ RAID 0. ഇനി RAID 3 എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രൈപ്പിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ പാരിറ്റിയും കൂടെ RAID 3-ലുണ്ട്. RAID 4-ൽ ഡേറ്റ തന്നെ ബ്ലോക്സ് ആയിട്ടാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഹോൾ ഫയലിനെ 2 എഴുതിയിരിക്കുന്ന 1 എഴുതിയിരിക്കുന്ന പോലെ, അല്ല സോറി 2 എഴുതിയിരിക്കുന്ന പോലെ ഹോൾ ഫയലിനെ ചെയ്യാതെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബ്ലോക്കിനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡയഗ്രാം ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇത് RAID 0 സ്ട്രൈപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു ഫയൽ 128 KB ആണുള്ളത്. ഈ ഹോൾ ഫയലിനെ ഒരു ഡിസ്കിലേക്ക് അല്ല സ്റ്റോർ ചെയ്യുന്നത്, ഇതിന്റെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 64 KB ഡിസ്ക് 1-ലും 64 KB ഡിസ്ക് 2-ലും ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അഥവാ ഡിസ്ക് 2 ക്രാഷ് ചെയ്താൽ ഈ ആദ്യത്തെ 64 KB വിൽ നോട്ട് ബി ലോസ്റ്റ്, ആൻഡ് ഡിസ്ക് 1 ക്രാഷ് ചെയ്താൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫയൽ വിൽ സ്റ്റിൽ ബി അവൈലബിൾ. ഓക്കെ, അതാണ് ഡിസ്ക് RAID 0 സ്ട്രൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി മിററിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഹോൾ ഫയൽ 128 KB തന്നെ പലയിടത്തായിട്ട്, സോ റിഡണ്ടന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതിനാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി RAID 2 ബിറ്റ് ലെവലിലാണ് ഇതിന്റെ സ്റ്റോറേജ്. സോ സ്ട്രൈപ്പിംഗ് തന്നെ, സ്ട്രൈപ്പിംഗ് എന്ന് വെച്ചാൽ എന്തോ, ഹോൾ ഫയലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് ഇത്ര ബൈറ്റ്സ് വെച്ചിട്ട് ഓരോയിടത്തും സ്റ്റോർ ചെയ്തിട്ട് അത്രയും സംഭവത്തിന്റെ പാരിറ്റിയും അടുത്ത ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഫയൽ ഹാഡ് 3 KB, 4 ഡിസ്ക് ഉണ്ട് RAID-ല്. സോ ഈ 4 ഡിസ്ക് ഉള്ളതിൽ ആദ്യത്തെ 3 ഡിസ്കിൽ ആക്ച്വൽ ഫയലിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്സും സ്റ്റോർ ചെയ്തിരിക്കുന്നു, സ്ട്രൈപ്പ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും പാരിറ്റി 4ാമത്തെ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫയലിൽ 1 KB ആണുള്ളത്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.33 KB ആണ് ഓരോ ഡിസ്കിലും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഓരോന്നിന്റെയും പാരിറ്റി 4ാമത്തെ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, നൗ RAID 5 എന്ന് പറയുന്നത് സിമിലർ ടു RAID 0 ആൻഡ് RAID 3. ഓക്കെ, RAID 0 എന്ന് പറയുന്നത് സ്ട്രൈപ്പിംഗ് ആയിരുന്നു, ആൻഡ് RAID 3 വാസ് ഡെഡിക്കേറ്റഡ് പാരിറ്റിയും ഉണ്ട്. ഓക്കെ, സോ RAID 5 എന്ന് പറയുന്നത് 0-യും 3-യും കൂടെ ഉള്ള, ബട്ട് പ്ലേസസ് ദ പാരിറ്റി ഓൺ ദ ഡിസ്ക് ഇറ്റ്സെൽഫ്. വേറൊരു ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം റിക്കവറി പാരിറ്റി ഡേറ്റ ഈ ഡിസ്കിന്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യും. RAID 6 എന്ന് പറയുന്നത് റിഡണ്ടന്റ് പാരിറ്റി ഓൺ ഈച്ച് ഡിസ്ക്, സെപ്പറേറ്റും സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കൂടാതെ ഇതിന്റെ കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. RAID 10 എന്ന് പറയുന്നത് 1+0 ആണ്. സോ ഇറ്റ് ഇസ് മിറേർഡ് പ്ലസ് സ്ട്രൈപ്പിംഗ്. Okay, so also known as RAID 1+0. So it is a combination of RAID 1 and RAID 0. Okay, so RAID 5 എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ സ്ട്രൈപ്പിംഗ് ആണ്. സോ സ്ട്രൈപ്പിംഗ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റി. സോ ഇതിന്റെ അകത്ത് 12 KB ഉള്ള ഒരു ഫയലിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു, 4 KB വെച്ചിട്ട് ഓരോ ഡ്രൈവിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് there is a link from
എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാത് ഡിസ്കെ തന്നെ ആ പർട്ടിക്കുലർ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്ലോക്കുകളെല്ലാം അതിന്റെ പാരിറ്റി അതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് RAID 5. ഇനി ഫയൽ 2-ന് 16 KB ആണ്. അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 KB വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം 4 ഇതിലേക്കും. സോ ഡിസ്ക് 1, ഡിസ്ക് 2, ഡിസ്ക് 3യിലേക്ക് സ്റ്റോർ ചെയ്തു 4 KB വെച്ച്. അത് കൂടാതെ ഈ 4th ഡിസ്കിലും സെക്കൻഡ് ഫയലിന്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ആൻഡ് ഇറ്റ്സ് പാരിറ്റി ഇസ് സ്റ്റോർഡ് ഓൺ ദാറ്റ് ഡിസ്ക് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ദാറ്റ് ഇസ് RAID 5. ഇനി RAID ഡിസ്കുകളിൽ നിന്നും എങ്ങനെ ഡേറ്റ അക്വയർ ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഒത്തിരിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദർ ആർ സം കൺസേൺസ്. ഹൗ മച്ച് ഡേറ്റ സ്റ്റോറേജ് ഇസ് നീഡഡ്? അതൊരു കൺസേൺ ആണ്. നമുക്ക് കോപ്പി ഉണ്ടാക്കണമെങ്കിൽ RAID എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിസ്കുകളാണ്. സോ എത്ര ഡേറ്റ സ്റ്റോറേജ് വേണം? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് RAID ഇസ് യൂസ്ഡ് എന്ന് വെച്ചാൽ RAID 0 ആണോ 1 ആണോ 2 ആണോ? എന്ത് ടൂൾ ഉപയോഗിക്കണം അക്വസിഷന് വേണ്ടിയിട്ട്? ആ ടൂള് ഫോറൻസിക്കലി കോപ്പി ചെയ്യുമോ RAIDന്റെ ഇമേജ്? ആ ടൂളിൽ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്ത് ഡിസ്കിലേക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കണം. എസ്പെഷ്യലി ഓൾഡർ ഹാർഡ്വെയർ ഫേംവെയർ RAID സിസ്റ്റം ആണെങ്കിൽ, ഹാർഡ്വെയർ ഫേംവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടല്ല സ്റ്റോറേജ് വരുന്നത്, ഹാർഡ്വെയർ ആയിട്ടാണ് സ്റ്റോറേജ് വരുന്നതും. അതിന്റെ അക്വസിഷൻ എന്ന് വെച്ചാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഫേംവെയർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അതിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒന്നും കൂടെ ചാലഞ്ചിങ് ആണ് ദാൻ പ്രസന്റ് RAID ഡിസ്ക്സ്. ഓക്കെ, സോ ദോസ് ആർ സം ഓഫ് ദ ചാലഞ്ചസ്. ഇനി RAIDൽ നിന്നും ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് ഈ കാണുന്ന എല്ലാ സോഫ്റ്റ്വെയർസിലും ഫങ്ഷൻസ് ഉണ്ട്. സോ പ്രോ ഡിസ്കവറിൽ ടെക്നോളജീസ് പാത്വേസ് പ്രോ ഡിസ്കവർ, ഗൈഡൻസ് സോഫ്റ്റ്വെയർ എൻകേസ്, എക്സ്വേസ് ഫോറൻസിക്സ്, റൺ ടൈം സോഫ്റ്റ്വെയർ, ആർ ടൂൾസ് ടെക്നോളജി, ഇതെല്ലാം RAIDൽ നിന്നും അക്വയർ ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നൗ RAID is too large for a static acquisition. Okay, so normally data logical acquisition method എന്ന് വെച്ചാൽ ഒത്തിരി ലാർജ് ആകുമ്പം എല്ലാ ഡേറ്റയും കൂടെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ സ്പാർസ് അല്ലെങ്കിൽ ലോജിക്കൽ അക്വിസിഷൻ മെത്തേഡാണ്. ഇന്നലെ വി ഹാഡ് ഡിസ്കസ്ഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് ഫയൽസ് ആൻഡ് ലോഗ്സ് ആർ അക്വയർഡ്. എല്ലാം അക്വയർ ചെയ്യുന്നില്ല. ഓക്കെ, നൗ next topic is using remote networks acquisition tools. So remote ആയിട്ടുള്ള നെറ്റ്വർക്സിന്റെ acquisition tools യൂസ് ചെയ്യുന്നതാണ് അടുത്തത്. ഇനി using remote network acquisition tools. Remotely data acquire ചെയ്യണമെന്നുണ്ടെങ്കിൽ we should be connected. ഓക്കെ, ത്രൂ എ നെറ്റ്വർക്ക് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ഡേറ്റ അക്വയർ ചെയ്യുന്നത്. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. സസ്പെക്ട് കമ്പ്യൂട്ടർ ഇസ് ഓൾസോ കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. നമ്മൾ ആക്സസ് ഗെയിൻ ചെയ്തു എന്നുള്ളത് അവർ അറിയാനായിട്ട് പാടില്ല. ഓക്കെ, സോ അതിന് നോർമൽ കേസിൽ സ്റ്റെൽത്ത് മോഡ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, റിമോട്ട് അക്വിസിഷൻ ടൂൾസ് പല കോൺഫിഗറേഷനും പല കേപ്പബിലിറ്റീസും ഉള്ള ടൂൾസ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം ഓഫ് ദം. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ലാൻഡ് ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ്സും റൗട്ടിംഗ് ടേബിൾ കോൺഫ്ലിക്ട്സും പ്രോബ്ലംസ് കോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ സെക്യൂർ ആയിട്ടുള്ള സബ്നെറ്റ്സ് ആണെങ്കിൽ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ആ പെർമിഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളത് അടുത്ത ഒരു ഇഷ്യൂ ആണ്. ഹെവി ട്രാഫിക് നമ്മളിപ്പോൾ അക്വയർ ചെയ്ത ഡേറ്റ, ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിലേസും എറേഴ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾറെഡി നെറ്റ്വർക്ക് ഹെവി ട്രാഫിക് ഉള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിലും ഈ ഒരു ഇഷ്യൂ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അനദർ പ്രോബ്ലം ഇസ് ദാറ്റ് റിമോട്ട് ആക്സസ് ടൂൾസിനെ ആന്റിവൈറസും IDSും ഒക്കെ ബ്ലോക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ പ്രോബ്ലംസ് ഇഫ് യു ആർ ട്രൈങ് ടു അക്വയർ റിമോട്ട്ലി. ഓക്കെ, ഇനി പ്രോ ഡിസ്കവർ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ റിമോട്ട് അക്വിസിഷൻ ടൂൾ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇറ്റ് പ്രിവ്യൂസ് എ സസ്പെക്ട്സ് ഡ്രൈവ് റിമോട്ട്ലി വെൻ ഇറ്റ്സ് ഇൻ യൂസ്. സോ ലൈവ് അക്വിസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് സ്മിയർ. എന്തുകൊണ്ടാണ് ലൈവ് അക്വിസിഷൻസ് ഒക്കെ ഹാസ് ദ പ്രോബ്ലം ഓഫ്
altering data. അതുകൊണ്ടാണ് സ്മിയർ എന്ന് പറയുന്നത് there are going to be small changes എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ കണക്ഷൻ ഷുഡ് ബി എൻക്രിപ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ എൻക്രിപ്റ്റഡ് ആയിരിക്കണം. സസ്പെക്റ്റിന്റെ റാം കോപ്പി ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്ഷണൽ ആയിട്ട് സ്റ്റെൽത്ത് മോഡിൽ കണക്ഷൻ ഹൈഡ് ചെയ്യാനും പറ്റും. ദിസ് ഇസ് പ്രോ ഡിസ്കവർ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പ്രോ ഡിസ്കവറിൽ. ഓക്കെ, ഇനി പ്രോ ഡിസ്കവറിൽ തന്നെ ഇൻസിഡന്റ് റെസ്പോൺസ് റിമോട്ട് ഇൻസിഡൻസിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അതിലുള്ള ഫങ്ഷൻസ് വെച്ച് ഇൻവെസ്റ്റിഗേറ്ററിലുള്ള എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അത് കൂടാതെ വോളറ്റൈൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഇൻഫർമേഷനെ ക്യാപ്ചർ ചെയ്യും. കറണ്ട് ആയിട്ട് റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സസിനെ അനലൈസ് ചെയ്ത് അൺസീൻ ഫയൽസ് ആൻഡ് പ്രോസസ്സസിനെ ലൊക്കേറ്റ് ചെയ്യും. റിമോട്ട്ലി IP പോർട്സിനെ കാണാനും ലിസൺ ചെയ്യാനും, എന്താണ് സംഭവിക്കുന്നതെന്ന് ലിസൺ ചെയ്യാനും വാട്ട് പാക്കറ്റ്സ് ആർ മൂവിങ് എന്ന് നമുക്ക് നോക്കാനും പറ്റും. ഓക്കെ, ഹാഷ് കമ്പാരിസൺസ് നടത്തി റൂട്ട് കിറ്റ്സോ ട്രോജൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ ഹാഷ് ഇൻവെന്ററി ഓഫ് ഓൾ ദ ഫയൽസ് റിമോട്ട്ലി. ഓക്കെ, സോ നമ്മൾ ആക്സസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഫയലുകളുടെയും ഹാഷ് ഇൻവെന്ററിയും ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ ദിസ് ഇസ് പോസിബിൾ ഇൻ പ്രോ ഡിസ്കവർ. ഓക്കെ, അടുത്തത് PD സെർവർ റിമോട്ട് ഏജന്റ്. PD സെർവർ എന്ന് പറയുന്നത് പ്രോ ഡിസ്കവറിന്റെ തന്നെ ഒരു യൂട്ടിലിറ്റിയാണ്. ഓക്കെ, ഫോർ റിമോട്ട് ആക്സസ്. ഓക്കെ, പക്ഷേ ഇതൊരു ഏജന്റ് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ലോഡഡ് ഓൺ ദ സസ്പെക്ട് കമ്പ്യൂട്ടർ. ആൻഡ് ഇൻസ്റ്റലേഷൻ മോഡ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആസ് ട്രസ്റ്റഡ് CD, പ്രീ ഇൻസ്റ്റലേഷൻ, പുഷിംഗ് ഔട്ട് ആൻഡ് റണ്ണിങ് റിമോട്ട്ലി. ഓക്കെ, ഇത് സ്റ്റെൽത്ത് മോഡിൽ റൺ ചെയ്യും. ആൻഡ് വി ക്യാൻ ഓൾസോ ആ പ്രോസസ്സിനെ അവിടെ സ്റ്റോർ ചെയ്യണമല്ലോ, ആ പ്രോസസ്സിനെ OS ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യത്തക്കവണ്ണം നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും അതിന്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് റിമോട്ട് കണക്ഷൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്, റൈറ്റ് പ്രൊട്ടക്റ്റഡ് ട്രസ്റ്റഡ് ബൈനറീസ് എന്ന് വെച്ചാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബൈനറീസ് വിത്ത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന PD സെക്യൂറിന്റെ. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, നൗ എൻകേസ് എന്റർപ്രൈസ് യൂസ് ചെയ്ത് റിമോട്ട് അക്വിസിഷൻ. ഒന്ന് മീഡിയയും റാം ഡേറ്റയും റിമോട്ട്ലി അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇത് IDS ടൂളുകളുമായിട്ട് ഇന്റഗ്രേറ്റഡും ആണ്. ഓക്കെ, ദർ ഇസ് ആൻ ഓപ്ഷൻ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് 1 or more systems. സിസ്റ്റത്തിനെ പ്രിവ്യൂ ചെയ്യാം. പല ഫയൽ സിസ്റ്റം ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. റെയ്ഡ് നെയിം ബോത്ത് ഹാർഡ്വെയർ ഫേംവെയർ ടൈപ്പ് റെയ്ഡും സോഫ്റ്റ്വെയർ ടൈപ്പ് റെയ്ഡിനെയും ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ് ഈ എൻകേസിൽ ഉണ്ട്. ഇത് കൂടാതെ അതർ റിമോട്ട് അക്വിസിഷൻ ടൂൾസ് ആർ ടൂൾസ്, ആർ സ്റ്റുഡിയോ. ഇതിൽ കൂടുതൽ ടൂളുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറയുന്നത്. വെറ്റ്സ്റ്റോൺ, ലൈവ് വയർ ഉണ്ട്, F റെസ്പോൺസും ഉണ്ട്. ഓരോന്നിനും ഓരോ ഗുണങ്ങളും ഉണ്ട്. ഓക്കെ, റൺ ടൈം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ റിമോട്ട് അക്വിസിഷൻ നടത്തുവാണെങ്കിൽ ഷെയർവെയർ യൂട്ടിലിറ്റീസ് ആയിട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഡിസ്ക് എക്സ്പ്ലോറർ. ഓക്കെ, ഡിസ്ക് എക്സ്പ്ലോറർ ഫോർ ഫാറ്റ് ഫയൽ സിസ്റ്റം ആൻഡ് NTFS ഫയൽ സിസ്റ്റം. അത് കൂടാതെ റിമോട്ട് പ്രോഗ്രാംസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് HD ഹോസ്റ്റ് എന്ന് പറയുന്ന യൂട്ടിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് എന്തൊക്കെയാ ഉള്ളത് അക്വിസിഷന് വേണ്ടിയിട്ട്? ഒന്ന്, റോ ഫോർമാറ്റ് ഇമേജ് ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റോ ഫോർമാറ്റ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ഇമേജസിനെ സെഗ്മെന്റ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിന്റെ ഡ്രൈവ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഈ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്ത്. ഓക്കെ, now next is using other forensic acquisition tools. ഇതിന്റെ അകത്ത് we are going to look at few other forensic acquisition tools and ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, ഡീറ്റെയിൽഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാം. ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന പല കൺട്രീസും യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്നാപ്ബാക്ക്, ഡാറ്റ അറസ്റ്റ്, സേഫ് ബാക്ക്, ഡിപ്സ് USA റെയ്ഡ്, iLook ഇൻവെസ്റ്റിഗേറ്റർ, IX ഇമേജർ, Wogan International SDI32, ASR Data Smart, Australian Department of Defense, PyFlag. ഓക്കെ, ഓരോന്നിന്റെ ഫീച്ചേഴ്സ് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്നാപ്ബാക്ക് ഡാറ്റ അറസ്റ്റ്, കൊളംബിയ ഡേറ്റ പ്രോഡക്ട്സ് ആണ് ഇത്. പഴയ MS-DOSന്റെ ഒരു ടൂളാണ് ഇത്. എന്തെല്ലാം ടൈപ്പിൽ നമുക്ക് ഇമേജ്
എടുക്കാനായിട്ട് പറ്റും, ഡേറ്റ അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഡിസ്ക് ടു SCSI ഡ്രൈവ്, ഡിസ്ക് ടു നെറ്റ്വർക്ക് ഡ്രൈവ്, ഡിസ്ക് ടു ഡിസ്ക്. ഓക്കെ, സോ MS DOSിലായതുകൊണ്ട് ഡിസ്കിൽ നിന്നാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. വേറെ പല രീതിയിലും ടാർഗറ്റ് സിസ്റ്റം ക്യാൻ ബി SCSI ഡ്രൈവ്, നെറ്റ്വർക്ക് ഡ്രൈവ് ഓർ ഓർഡിനറി ഡിസ്ക്. ഇറ്റ് ഓൾസോ ഫിറ്റ്സ്, ദാറ്റ് ഇസ് ഈ പർട്ടിക്കുലർ ടൂള് ഫിറ്റ്സ് ഓൺ എ ഫോറൻസിക് ബൂട്ട് ഫ്ലോപ്പി. അപ്പം അതിൻ്റെ സൈസ് ഇനഫ് കുറവാണ്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് പോർട്ടബിൾ ആയിട്ട്. സ്നാപ്പ് കോപ്പി എന്ന് പറയുന്ന എന്തുവാ യൂട്ടിലിറ്റി, ഇതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റിലുള്ള ഒരു യൂട്ടിലിറ്റിയാണ് ഡിസ്ക് ജോമെട്രി അഡ്ജസ്റ്റ് ചെയ്ത് ഡേറ്റ എടുക്കാനും സഹായിക്കും. സോ ഡിസ്ക് ടു ഡിസ്കും പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് NTIയുടെ സേഫ് ബാക്ക്. ദിസ് ഇസ് ഓൾസോ ആൻ MS-DOS ടൂൾ. Again, this is also small enough to fit on a forensic boot floppy. ഇവിടെ SHA-256 കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് സെക്ടർ ബൈ സെക്ടർ കോപ്പി ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ലോഗ് ഫയൽസും ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇമേജ് എടുക്കാൻ വേണ്ടിയത് ഇമേജ് ക്യാൻ ബി ഓൺ ടേപ്പ് ഓർ ഓൺ ഡിസ്ക്. സോ ഡിസ്ക് ടു ഇമേജ് കോപ്പിയും പോസിബിൾ ആണ്, ഡിസ്ക് ടു ഡിസ്ക് കോപ്പി. ഡിസ്ക് ടു ഡിസ്ക് കോപ്പി എന്ന് പറയുമ്പം ടാർഗറ്റ് ഡിസ്കിന്റെ ജോമെട്രി, ദാറ്റ് ഇസ് സിലിണ്ടർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പാരലൽ പോർട്ട് ലാപ്പ് ലിങ്ക് എന്ന് പറയുന്നതാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ജോമെട്രി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് കോപ്പീസ് എ പാർട്ടീഷൻ ടു ആൻ ഇമേജ് ഫയൽ. സോ ഓരോ പാർട്ടീഷൻസിനെയാണ് ഇമേജ് ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. കംപ്രസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് DIBS USA RAID. റാപ്പിഡ് ആക്ഷൻ ഇമേജ് ഡിവൈസിന്ന് റെയ്ഡിന്ന് എടുക്കാൻ വേണ്ടിയിരുന്നു. ഒന്ന്, ഇറ്റ് മേക്സ് ഫോറൻസിക്കലി സൗണ്ട് ഡിസ്ക് കോപ്പീസ് ഫ്രം റെയ്ഡ് ഡിവൈസസ്. ഡിസ്ക് ടു ഡിസ്ക് ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ പോർട്ടബിൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻ ടു മേക്ക് ഡിസ്ക് ടു ഡിസ്ക് ഇമേജസ്. ആൻഡ് ഈ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോപ്പി ഡിസ്കിനെ റൈറ്റ് ബ്ലോക്കർ ഡിവൈസിലേക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. Next one is iLook Investigator, IX Imager. IX Imager എന്ന് പറഞ്ഞു ഒന്ന്, again it is small enough to work from a bootable floppy or CD. Okay, iLook Investigatorന്റെ കൂടെ മാത്രമേ ഈ iLook IX Imager വർക്ക് ചെയ്യത്തുള്ളൂ. Okay, so it can acquire single drives and RAID drives. That's also possible. ഇനി ASR Data Smart. ലിനക്സിന്റെ ഒരു ഫോറൻസിക് അനാലിസിസ് ടൂളാണ് ആൻഡ് മേക്സ് ഇമേജസ് ഓഫ് ഫയൽസ് ഓഫ് എ സസ്പെക്ട്സ് ഡ്രൈവ്. ഓക്കെ, എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ട്? ഒന്ന്, ബാഡ് സെക്ടേഴ്സ് ഡ്രൈവിൽ ഉണ്ടെങ്കിലും റീഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. രണ്ട് തരം സസ്പെക്ട് ഡ്രൈവിനെയും മൗണ്ട് ചെയ്യും, ടാർഗറ്റ് ഡ്രൈവ്സിനെയും മൗണ്ട് ചെയ്യും. സസ്പെക്ട് ഡ്രൈവിനെ റൈറ്റ് പ്രൊട്ടക്റ്റഡ് മോഡിലും ടാർഗറ്റ് ഡ്രൈവിനെ റീഡ് ഓർ റൈറ്റ് നമ്മൾ പറയുന്ന മോഡിൽ അത് അപ്ലോഡ് ചെയ്യും. കംപ്രഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. Okay, and finally, Australian Department of Defense PyFlag. PyFlag എന്ന് പറയുന്നത് വാസ് ഓസ്ട്രേലിയൻ എന്തുവാ ഫോറൻസിക് അനാലിസിസ് ടൂളായിട്ട്, നെറ്റ്വർക്ക് ഫോറൻസിക് അനാലിസിസ് ടൂളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിൽ EWF ഫോമാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്പേർട്ട് വിറ്റ്നസ് ഇമേജ് ഫയൽസ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ലിനക്സിലെ SGZIP-ഉം GZIP-ഉം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വിത്ത് ദിസ് we are concluding the data acquisition part. We will continue the next topic in the next class.